അഭിനവ് ഏകാംഗിയിൽ നമ്മളൊരു 4 ഏകാംഗി കേട്ട് കാണും നിങ്ങൾ. 4 അതിൽ ഒന്ന് രീട്ട് കി ഹഡ്ഡിയാണ്. അത് കഴിഞ്ഞിട്ട് പശ്ചാത്താപ്, പിന്നെ അങ്ങനെ 4 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സീമാരേഖ തുടങ്ങിയ 4 ഏകാംഗികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഓഡിയോ ഇട്ട് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ കേട്ട് കാണും എന്ന് വിചാരിക്കുകയാണ്. ഇനി അതിൻ്റെ നോട്ടൊന്ന് നോക്കാം, ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. അപ്പോൾ അഭിനവ് ഏകാംഗിയിൽ ആദ്യത്തത് നോട്ട് തന്നേക്കുന്നത്, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഈ നോട്ട്. അത് ഡിസംബറിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് തരും. ആദ്യം ഇത് കേട്ട് കഴിഞ്ഞിട്ട് അതും കൂടെ വായിച്ചാൽ ഉറപ്പായിട്ട് മനസ്സിലാവും. ഇപ്പോൾ രീട്ട് കി ഹഡ്ഡി, ജഗദീഷ് ചന്ദ്ര മാധവ്, ഉമ, ലഡ്കി, രാം സ്വരൂപ്, ഉമാ के पिता वकील, प्रेमा, उमा की माता, गोपाल प्रसाद, शंकर के पिताजी वकील, शंकर, उमा को देखने के लिए आया युवक, ഗോപാൽ പ്രസാദ് കാ പുത്ര, രതൻ നൗക്കർ. അപ്പോൾ നിങ്ങൾക്ക് ആ കഥ ഓർമ്മ വരും. പിന്നെ ഉമയെ പെണ്ണ് കാണാൻ വേണ്ടി ഗോപാൽ പ്രസാദും അയാളുടെ മകൻ ശങ്കറും കൂടി അവിടെ വരെയാണ്. ഒക്കെ രണ്ടാൾക്കാരും കൂടി ഏതാണ്ട് വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒക്കെ നടത്തി. അപ്പം വിവാഹം നടത്താമെന്നൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് പെൺകുട്ടിയെ കാണണമെന്ന് പറയുന്നു ശങ്കർ. അപ്പോൾ ശങ്കർ വന്നിട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ശങ്കറിൻ്റെ അച്ഛൻ ഉമയോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആടാൻ അറിയാമോ, പാടാൻ അറിയാമോ, ഹാർമോണിയം വായിക്കാൻ അറിയാമോ എന്നൊക്കെ ചോദിക്കുകയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉമയ്ക്ക് ദേഷ്യം വന്നിട്ട്, പിന്നെ ഇവൾ നല്ല വിദ്യാഭ്യാസമുള്ളവളാണ്, അവളുടെ വിദ്യാഭ്യാസം ഒരു തടസ്സമാകും എന്ന് കരുതിക്കൊണ്ട് രാം സ്വരൂപ് എന്ത് ചെയ്തു, അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഗോപാൽ പ്രസാദിനും ഒക്കെ ദേഷ്യം വന്നു. ശങ്കർ ഏറ്റവും മോശപ്പെട്ട ഒരു പയ്യനാണെന്നുള്ളതും ഉമ ആ സന്ദർഭത്തിൽ അവിടെ വെളിവാക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിലെ കഥ. അത് നിങ്ങളത് കേട്ടിട്ട് വേണം ഇത് കേൾക്കാൻ. ആദ്യം നമുക്കിതിൽ വായിക്കേണ്ട കാര്യം വരുന്നില്ല, വായിച്ച് തന്നാലും നിങ്ങൾക്ക് എല്ലാം മലയാളം അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ വായിച്ച് അർത്ഥം പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഏകാംഗി के क्षेत्र में श्री जगदीश चंद्र माथुर का महत्वपूर्ण स्थान है. वे ऐसे रचनाकारों में गिने जाते हैं जो बहुत कम रचनाओं के बल पर साहित्य क्षेत्र में अपनी अमिट छाप छोड़ सके हैं. बचपन से ही उन्हें अभिनय के प्रति रुचि रही. प्रयाग विश्वविद्यालय के अध्ययन काल में विश्वविद्यालय के रंगमंच पर अभिनय करने वाले छात्रों में वे अग्रगण्य थे. वे उन एकांगीकारों में से है जो एकांगी के प्रथम उत्थान काल में साहित्य क्षेत्र में आए. उनका प्रथम एकांगी मेरी बांसुरी 1936 में പ്രകാശിത ഹുവ. ഇതൊന്ന് നോട്ട് ചെയ്തോളുക, വൺ വേർഡാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഏകാംഗിയുടെ പേര് മേരി ബാസുരി എന്നാണ്. ഉൻകാ ഏകാംഗി ഭോർക്കാ താര ഏകാംഗി की दिशा में नई मोड़ था. माथुरजी बहुत ऊंचे उत्तरदायित्वपूर्ण सरकार पद का कार्य करते हुए भी സാഹിത്യ സാധന से विरत नहीं हुई. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. ആരെപ്പറ്റി? ലേഖകനെ പറ്റി. उन्होंने अपने नाटकों में जीवन का यथार्थ चित्र प्रस्तुत किया है. उनके पात्र अपना स्वतंत्र व्यक्तित्व और चारित्रिक विशेषताएं लिए होते हैं. उन्होंने मध्यम वर्गीय जीवन को अपनी आलोचना का केंद्र बनाया है. रंगमंच के निर्माण, निर्देशन, अभिनय, संगीत आदि में उनको विशेष सफलता मिली है. शिल्प की दृष्टि से उनके एकांगी प्रौढ़ है. रंगमंच और रेडियो से जुड़े रहने के कारण उनकी रचनाओं में विचार, अनुभूति और मनोरंजन का समावेश मिलता है. वे आकाशवाणी में महानिर्देशक रह चुके हैं. उन्होंने रेडियो नाटक को नई दिशा दी और उसमें अनेक प्रयोग किए. कोणार्क, पहला राजा, भोरका तारा, ओ मेरे सपने,
ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളുക. ഇനി रीठ की हड्डिയെ പറ്റി പറയുകയാണെങ്കിൽ മാതുർജി കെ ഭോർക്ക താര ഏകാംഗി സംഗ്രഹ് 1937 का एक सफल सामाजिक एकांगी है. इसमें समाज की उस घृणित मनोवृत्ति का चित्रण किया गया है जो कुमारी युवती को मेज कुर्सी के समान बेजवान और निरीह समझी जाती है. പെൺകുട്ടികളെ നാവില്ലാത്ത, സംസാരിക്കാൻ പറ്റാത്ത മേശ, കസേര ഇവയെപ്പോലെ നിർജീവമായിട്ട് കണക്കാക്കുന്ന ഒരു സമൂഹം ഇന്ന് നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ ഇപ്പോഴും ഉണ്ട്. भारतीय समाज में कन्याओं की स्थिति का अनुमान इससे किया जा सकता है. कभी कभी लड़की की शिक्षा भी विवाह के मामले में बाधक होती है. പലപ്പോഴും പെണ്ണിൻ്റെ വിദ്യാഭ്യാസവും വിവാഹത്തിൻ്റെ മേഖലയിൽ വളരെ തടസ്സമായിട്ട് വരാറുണ്ട്. यह एकांगी दकियानूसी एवं बेजान रूढ़िवादी विचारधारा पर तीखा प्रहार करता है. അപ്പോൾ ഇത് മലയാളം അതിൻ്റെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി കഥാസംഗ്രഹം എന്താ ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ കഥാസംഗ്രഹമാണ്. അത് കഴിഞ്ഞ് നേരെ വൺ വേഡ് ഇതാണ്ടോ, ഈ വൺ വേഡൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. ചിലതൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കിയാൽ വൺ വേഡ് ഉണ്ടല്ലോ നമുക്ക് പരീക്ഷയ്ക്ക്. പിന്നെ അതൊക്കെ വൺ വേഡാണ്. പിന്നെ 2 or 3 വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ളത്. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ അതിൻ്റെ തൊട്ട് മലയാളം കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കണ്ടോ, അതുണ്ട്. അതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. अपने बचपन के ज़माने के बारे में ഗോപാൽ പ്രസാദ് के विचार क्या क्या है. തൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഗോപാൽ പ്രസാദിൻ്റെ ചിന്ത എന്തായിരുന്നു. ഇനി വായിച്ച് ഞാൻ വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കുന്നില്ല കേട്ടോ. ഇതിൽ ചില ചോദ്യങ്ങളൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അതുകൊണ്ട് रीठ की हड्डी एकांकी का संदेश क्या है. रीठ की हड्डी में चित्रित सामाजिक സമസ്യയും ക്യാ ക്യാ ഹെ. ഇത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പിന്നെ रीठ की हड्डी एकांकी में ഹാസ്യവ്യംഗ്യ കാ പരിചയ്, അതത്ര പ്രധാനമായിട്ട് തോന്നില്ല. ഉമാ കാ ചരിത്ര ചിത്രം നോക്കി മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ, ഉമയുടെ ക്യാരക്ടർ. പിന്നെ रीठ की हड्डी एकांकी की കഥാവസ്തു പ്രധാനമാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞുതരാം. കുറേ നിങ്ങൾക്ക് അത് മലയാളം കാണില്ല. പശ്ചാത്താപം എന്താണ് നിങ്ങൾക്കറിയാം. കന്നയ്യ താഴ്ന്ന ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി സഹായിക്കുന്ന ഉയർന്ന ജാതിക്കാരനായിട്ടുള്ളൊരു പയ്യനാണ്, പഞ്ചകൗഡി ദാസ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു, ഇവൻ്റെ സ്വാധീനത്തിൽ പെട്ടിട്ട് താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ പഠിക്കാനും മറ്റുമൊക്കെ വന്നു. അപ്പോൾ ഉയർന്ന ജാതിക്കാരെ പലതരത്തിലും എതിർക്കാനൊക്കെ തുടങ്ങുന്നു. അപ്പോൾ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും തമ്മിലുള്ള ക്ലാഷാണ് പശ്ചാത്താപം എന്ന് പറയുന്ന ഏകാംഗിയുടെ പ്രതിപാദ്യം. ആദ്യം നിങ്ങൾ ആ ഓഡിയോ നിർബന്ധമായിട്ടും കേട്ടിട്ട് വേണം ഇത് വായിച്ചു നോക്കാൻ കേട്ടോ. അപ്പം അതിൽ ഒന്നാമത്തെ ഭാഗം നോക്കാം. पश्चाताप हरिकृष्ण प्रेमी हिंदी के प्रसिद्ध ऐतिहासिक नाटककार है. चरित्र नाटककर्ता. ऐतिहासिक और सामाजिक पृष्ठभूमि पर ही उन्होंने अधिकतर नाटकों की रचना की. ചരിത്രപരവും അതുപോലെ സാമൂഹികവുമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കൂടുതൽ നാടകങ്ങളും എഴുതിയത്. സ്വതന്ത്രതാ ആന്തോളൻ കാ പ്രഭാവ് ഉൻകി രചനാവുമേ ദേഖാ ജാ സക്താ ഹെ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ പറ്റും. अपनी रचनाओं के द्वारा जनता को एक सूत्र में बांधने का महत्वपूर्ण कार्य उन्होंने किया है. അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ ജനങ്ങളെ ഒരേ ചരടിൽ, അതായത് ഐക്യത്തിൽ ബന്ധിക്കാൻ വേണ്ടിയുള്ള, ഐക്യമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. രക്ഷാബന്ധൻ, സാധന, വിഷുപാൻ, ഉദ്ധാർ, പ്രതിഷേധ്, ആഹുതി, സ്വപ്നപങ്ക് ആദി രാഷ്ട്രീയ एकता प्राप्त करने के उद्देश्य में लिखे गए नाटक है. ഇതൊക്കെ രാഷ്ട്രീയ ഐക്യം സ്ഥാപിക്കാൻ വേണ്ടി
ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപിതം എന്നാക്കണം കേട്ടോ, അവിടെ സ്ഥാപിതം എന്നാണ്. കർണേക്കെ ഉദ്ദേശിച്ച് ലിഖേ ഗയേ. നോട്ടിൽ ഇത് കറക്റ്റായിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ അതിൻ്റെ പ്രിൻ്റ് എടുത്തപ്പോഴത്തേക്ക് സൈഡിലായി പോയതാണ് കേട്ടോ. ഇപ്പം ദേശീയ ഐക്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി എഴുതപ്പെട്ട നാടകങ്ങളാണ്. മന്ദിർ ഔർ ബാദലോം കെ പാർ ഉൻകെ ഏകാംഗി സംഗ്രഹ്. അദ്ദേഹത്തിൻ്റെ ഏകാംഗികളുടെ കളക്ഷനാണ് മന്ദിറും അതുപോലെ ബാദലോം കെ പാർ. ഇനി പശ്ചാത്താപിനെ പറ്റി അതിൻ്റെ ഒരു ചെറിയ രൂപം, അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം കൊടുത്തിരിക്കുകയാണ്. പശ്ചാത്താപേക്ക് സാമാജിക ഏകാംഗി. ഇത് സാമൂഹിക ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക ഏകാംഗിയാണ്. അച്യൂത് സമസ്യ ഹി ഇസ് നാടകി കാ കേന്ദ്ര ബിന്ദു. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോളണം, പശ്ചാത്താപ ഏകാംഗിയുടെ മുഖ്യ സമസ്യ എന്താണ്? അച്യൂത് സമസ്യയാണ്. താഴ്ന്ന ഉയർന്ന അയിത്തം എന്ന് പറയുന്ന സമസ്യ കേട്ടോ. അച്യൂത് സമസ്യ എന്ന് പറഞ്ഞാൽ അയിത്തം എന്ന് പറയുന്ന സമസ്യയാണ്. രഥിയ ഏക്ക് അച്യൂത് കന്യാ ഹെ ഭംഗി ജാതി കി ഹെ. രഥിയ എന്ന് പറയുന്നതാണ് ഈ രഥിയ, ഇപ്പുറത്തെ വള്ളി. രഥിയ ഒരു താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. അവൾ തോട്ടിപ്പണി ചെയ്യുന്ന ജാതിയിൽപ്പെട്ടവളാണ്. തോട്ടിപ്പണി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, സ്കാവഞ്ചർ, അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇത് രഥിയ. ഭംഗി ഹോനെ കെ കാരൻ ഉസേ മന്ദിർ കെ ഭീതർ ജാനെ കി അനുമതി നഹീന്ത്. ഒരു ഭംഗി ആയതുകൊണ്ട്, ഒരു സ്കാവഞ്ചർ ആയതുകൊണ്ട് അവൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ, മന്ദിർ എന്ന് പറഞ്ഞാൽ ക്ഷേത്രമുണ്ട്, ടെമ്പിള്, അതിനുള്ളിൽ കടക്കാനുള്ള പെർമിഷനൊന്നും അവൾക്ക് കിട്ടിയിരുന്നില്ല. ഏക് ക്രാന്തികാരി യുവക് കന്നയ്യാസെ വഹ് ഉസ്കാ പരിചയ് ഹോത്താ ഹെ. ഒരു വിപ്ലവകാരിയായിട്ടുള്ള, സമൂഹത്തിൽ വലിയ മാറ്റം വരുത്തണം എന്ന് താല്പര്യമുള്ള ഒരു യുവാവാണ് ആര്? കന്നയ്യ. അയാളുമായിട്ട് അവൾക്ക് പരിചയം ഉണ്ടാവും. വഹ് സമാജ് കെ ഉദ്ധാർമേ ലഗാ ഹുവാ ഹെ. അവൻ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു യുവാവാണ്. അച്യൂതോं के प्रति मानव वर्गों में जो व्यवहार है इससे वह कृत है. അല്ല, അച്യൂതों के प्रति ഉന്നത വർഗों का जो व्यवहार है അല്ലെങ്കിൽ ഊഞ്ചേ വർഗों का जो व्यवहार है इससे वह कृत है. താഴ്ന്നവരോട് ഉയർന്ന ജാതിക്കാരുടെ വ്യവഹാരം, പെരുമാറ്റം, അത് ഇയാൾക്ക് വളരെ ദേഷ്യം ഉണ്ടാക്കുകയാണ്. ആർക്ക്? കാരണം പണ്ട് കാലഘട്ടത്തിൽ ജാതി വ്യത്യാസം ഭയങ്കരമാണ് അല്ലേ. അപ്പോൾ ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരോട് കാണിക്കുന്ന പെരുമാറ്റം, അതിൽ കന്നയ്യ ക്രുദ്ധനാണ്. കന്നയ്യ അച്യൂതോങ്കോ യഹി സിഖാത്ത ഹെ കി സബ് ബരാബർ ഹെ. കന്നയ്യ താഴ്ന്ന ജാതിക്കാരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എന്താണ്? എല്ലാവരും തുല്യരാണ്. इसलिए अन्याय के विरुद्ध लड़ना അത്യന്ത ആവശ്യക് ഹെ. അതുകൊണ്ട് അന്യായത്തിനെതിരായിട്ട് പോരാടേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് അയാൾ താഴ്ന്ന ജാതിയിലുള്ള പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. രഥിയ ഉസസെ പ്രഭാവിത് ഹോത്തി ഹെ. അവൻ്റെ വാക്കുകളിൽ രഥിയ എന്ന് പറയുന്ന പെൺകുട്ടി, അത് ഒരുപാട് പ്രായമില്ലാത്ത ചെറിയ കുട്ടിയാണ് കേട്ടോ, അവൻ്റെ വാക്കുകളിൽ ആകൃഷ്ടയാകുന്നു. വഹ് സമാജിക്ക് അത്യാചാർക്കെ വിരുദ്ധ ആവാസ് ഉഠാന ചാഹത്തി ഹെ. അവൾ സമൂഹത്തിലെ അതിക്രമങ്ങൾക്കെതിരായിട്ട് ശബ്ദം ഉയർത്താൻ ആഗ്രഹിക്കുന്നു. സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരായിട്ട് ശബ്ദം ഉയർത്താൻ അവൾ ആഗ്രഹിക്കുന്നു. ലേക്കിൻ രഥിയാക്കി മാ ഉസേ രോക്തി ഹെ. പക്ഷേ രഥിയുടെ അമ്മ പഴയ തലമുറയിൽപ്പെട്ടവളായതുകൊണ്ട് അമ്മ അവരെ തടയുകയാണ്. അവർ കഹത്തി ഹെ. അമ്മ തടഞ്ഞുകൊണ്ട് പറയാണ്, ഉനെ മന്ദിർ കെ ഭീതർ ജാക്കർ ഭഗവാൻ കെ ദർശൻ കർണേക്ക് ഔക്കാത്ത് നഹി. അപ്പം അമ്മ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ പോയിട്ട് ഭഗവാനെ ദർശിക്കാനുള്ള യോഗ്യത ഇല്ല എന്നാണ് പറഞ്ഞത്. ഔക്കാത്ത് എന്ന് പറഞ്ഞാൽ യോഗ്യത ഇല്ല. മാങ്ക കഹ്ന ന മാൻകർ വഹ് മന്ദിർ കെ ഭീതർ ജാനേക്ക് കോശിഷ് കർത്തി ഹെ. അമ്മയുടെ വാക്കുകൾ അനുസരിക്കാതെ, കാരണം ചെറിയ കുട്ടിയാണെങ്കിലും അവളുടെ വിചാരം എന്താണ്? ഈശ്വരൻ്റെ സന്താനങ്ങളിൽ നമ്മളെല്ലാവരും, അപ്പോൾ എല്ലാവരും തുല്യരാണ്, അപ്പം നമുക്ക് മാത്രം എന്തുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കടന്നുകൂടാ എന്ന് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞ കാര്യം അനുസരിക്കാതെ അവൾ ക്ഷേത്രത്തിനുള്ളിൽ പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വഹാം ധക്കെ മാർ ഹോത്താ. അവിടെ ഉന്തും തള്ളുമൊക്കെ നടക്കുകയാണ്. ഉസ്ക
ആദർ നഹി ഹോത്ത, ഉസ്കാ വഹാം ആദർ നഹി ഹോത്ത. അവിടെ അവന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഇതിനിടയിൽ അമ്മയുടെ വാക്കുകൾ അനുസരിക്കാതെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവിടെ അവൾ കയറുന്ന സമയത്ത് വന്ന് അവളെ തള്ളാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവൾക്കുള്ളിൽ പോകാൻ പറ്റുന്നില്ല. ഉസേ ബാഹർ രഹനാപ്പെടുത്താഹെ, അവൾക്ക് പുറത്ത് നിൽക്കേണ്ടതായിട്ട് വരുന്നു. ഏക്ക് ഭക്ത് പ്രസാദ് കാ ജൂട്ടൻ ഉസേ ദേത്താഹെ, ഒരു ഭക്തൻ വന്നിട്ട് പ്രസാദം കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം അവൾക്ക് കൊടുക്കുകയാണ്. രതിയ ഉസേ ഇൻകാർ കർത്തിഹെ, പക്ഷേ രതിയ അതിനെ നിരസിക്കുന്നു. ഭംഗി ഹോനെ പർ ഭി വഹ് സ്വച്ഛ് ഹെ, അവളൊരു ഭംഗിയാണ്, അവർ സ്കാവഞ്ചറാണെങ്കിലും അവൾ വൃത്തിയുള്ളവളാണ്. വഹ് സദാ സഫായി പർ ധ്യാൻ ദേത്തി, അവൾ എപ്പോഴും എന്ത് ചെയ്യും? വൃത്തിയെപ്പറ്റി ശ്രദ്ധിക്കുന്നവളാണ്. ഘർമേ സബ് കഹി സാഫ് സുധരാപ്പൻ ഹെ, വീട്ടിലെല്ലായിടത്തും അവൾ ചിട്ടയായിട്ട് വയ്ക്കുന്നവളാണ്. ഇതിനിടക്ക് രഥിയാക്കോ ഹൈജ ഹോ ജാത്ത ഹെ, രതിക്ക് ഹൈജ ഉണ്ടാകുന്നു, കോളറ പിടിപെടുക, ഹൈജ. ഇലാജ് കേലിയ ബ്രാഹ്മൺ വൈദ്യ പഞ്ചകോടി ദാസ് കോ ബുലാത്ത ഹെ, ചികിത്സയ്ക്ക് വേണ്ടി അന്ന് ഒരു വൈദ്യം മാത്രമേ ആ കാലഘട്ടത്തിലുള്ളൂ, ബ്രാഹ്മണനാണ് ആ കാലഘട്ടത്തിലുള്ള ആ നാട്ടിലുള്ളൂ. അയാളുടെ പേര് പഞ്ചകൗടി ദാസാണ്. അയാളെ വിളിക്കുകയാണ്. ലേക്കിൻ വൈദ്യജി വഹാ നഹീം ജാത്തെ, പക്ഷേ വൈദ്യജി ഉയർന്ന ജാതിക്കാരനാണ്, അതുകൊണ്ട് അയാൾ താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള രതിയയുടെ വീട്ടിലേക്ക് പോകുന്നില്ല. ക്യോങ്കി വേ ലോഗ് നിമ്ന ജാതിക്ക്, കാരണം അവർ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ടാണ്. രതിയ കി മാ ഉൻകെ പൈരോം പർ പടുക്കർ വിൻതി കർത്തി ഹെ, അപ്പോൾ രതിയുടെ അമ്മ വന്നിട്ട് എന്ത് ചെയ്തു? വൈദ്യരുടെ പാദങ്ങളിൽ പിടിച്ച് യാചിക്കുകയാണ്. ഡോക്ടർ നവനീത് റായ് ഏക സബ് ദേഖ് ലേത്തെ ഹെ, അപ്പോൾ അവിടെ ഇതിനിടയ്ക്ക് ഈ നവനീത് റായ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉനെ വൈദ്യജി സേ ഘൃണ ഹോത്തി ഹെ, അയാൾക്ക് വൈദ്യനോട് വളരെ വെറുപ്പ് തോന്നിയാണ്. വൈദ്യജി കെ ലട്കെ കെ ഇലാജ് കെ ലിയെ വേ വഹാം പർ ആയത് ഹെ, വൈദ്യൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി, അതായത് ഇവിടെ നേരത്തെ വൈദ്യനൊരു മകനുണ്ട്, ആ മകന് ഇതുപോലെ കോളറ പിടിപെട്ടു. അത് ആ ഓഡിയോ നിങ്ങൾ നന്നായിട്ട് കേട്ടാൽ അത് മനസ്സിലാക്കാൻ പറ്റും. കോളറ പിടിപെട്ടു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി അയാളുടെ മരുന്ന് ഫലിക്കാത്തതുകൊണ്ട്, വൈദ്യൻ്റെ മരുന്ന് ഫലിക്കാത്തതുകൊണ്ട് പേരെടുത്ത ഇംഗ്ലീഷ് ഡോക്ടർ നവനീത് റായ് ഇതൊക്കെ ചികിത്സിക്കാനായിട്ട് ആ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇതെല്ലാം കാണുന്നു. ഉനെ വൈദ്യജി സേ ഘൃണ ഹോത്തി ഹെ, അയാൾക്ക് വൈദ്യനോട് വെറുപ്പ് തോന്നുകയാണ്. വൈദ്യജി കെ ലട്കെ കെ ഇലാജ് കെ ലിയെ വേ വഹാം പർ ആയത്, വൈദ്യൻ്റെ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അയാൾ അവിടെ വന്നിരുന്നത്. വേ വൈദ്യജി സേ കഹത്തെ ഹെ കി വഹ് ഭി കിസി സമയ ഭംഗീത, ആ സമയത്ത് അയാൾ പറയാണ് താനും ഒരു കാലഘട്ടത്തിൽ ഒരു സ്കാവച്ചറായിരുന്നു. ഫിർ വേ രഥിയ കോ ദേഖനെ ജാത്തെ ഹെ, ഇത്രയും പറഞ്ഞിട്ട് രഥിയെ കാണാനായിട്ട് പോവുകയാണ്. ഇധർ വൈദ്യജി കെ ലട്കെ കി ദശ ഖരാബ് ഹോ ജാത്തി ഹെ, അതേസമയം വൈദ്യൻ്റെ മകൻ്റെ അവസ്ഥ വീണ്ടും വഷളാവുന്നു. ഉനെ ഡോക്ടർ കോ ലേനെ രഥിയ കെ ഘർ ജാനാ പടുത്താ ഹെ, അയാൾക്ക് ഡോക്ടറെ വിളിക്കാനായിട്ട് രഥിയയുടെ വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആദ്യം രഥിയയുടെ വീട്ടിലേക്ക് പോകാൻ വിസമ്മതിച്ച വൈദ്യർ ഡോക്ടറെ വിളിക്കാനായിട്ട് രഥിയയുടെ വീട്ടിലേക്ക് അയാൾക്ക് പോകേണ്ടി വന്നു. വൈദ്യജി കെ ബുലാനെ പർ ഡോക്ടർ ഇൻകാർ കർത്താ ഹെ, വൈദ്യം വന്ന് വിളിച്ചപ്പോഴത്തേക്കോ ഡോക്ടർ നിരസിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇനി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിരസിക്കുകയാണ്. വൈദ്യജി കി മാം സിഫാരിഷ് കർത്തി ഹെ, എന്നാൽ രതിയ കി മാ, ഈ സമയത്ത് രതിയുടെ അമ്മ എന്ത് ചെയ്തു? റെക്കമെൻഡ് ചെയ്യുന്നു. അയ്യോ അത് പറ്റില്ല, നിങ്ങൾ പോയിട്ട് ആ കുട്ടിയെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞു. വൈദ്യജിക്കോ അപ്പനി കർണി പർ പശ്ചാത്താപ ഹോത്താ ഹെ, വൈദ്യന് തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപം ഉണ്ടാകും. ഇതാണ് അതിൻ്റെ ഒരു സമ്മറി. എസ്സേ വേറെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇനി ചിത്രം ക്യാരക്ടറാണ്. കന്നയ്യയുടെ സ്വഭാവം. കന്നയ്യ അച്ചു തോത്താർമേ ലഗാ ഹുവാ ഏക് കുലീൻ യുവക് ഹെ, കന്നയ്യ ആരാണ്? താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അതിൽ മുഴുകിയിരിക്കുന്ന ഒരു കുലീന യുവാവ്, ഉയർന്ന ജാതിയിൽപ്പെട്ട യുവാവാണ്. വഹ് അപ്പനെ പ്രഗതിവാദി വിചാർ അച്ഛൂത്തോം കെ സാമനെ വ്യക്തി കർത്താ ഹെ, അയാൾ തൻ്റെ പുരോഗമന ആശയങ്ങൾ താഴ്ന്ന ജാതിക്കാരുടെ മുന്നിൽ വ്യക്തമാക്കുന്നു. അച്ഛൂത്ത് ബാലിക രഥിയ ഉസ്സെ പ്രഭാവിത് ഹോത്തി ഹെ,
താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി രഥിയ ഇതിൽ ആകൃഷ്ടയാകുന്നു. വഹുബി സമാജ് സുധാർ കെ കാമ്യം ഉസ്കെ സാത്ത് രഹത്തി ഹെ. അവളും സാമൂഹിക നന്മയ്ക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തനത്തിൽ അയാളോടൊപ്പം നിൽക്കുന്നു. രഥിയ സെ കന്നയ്യ കാ കഥൻ കെ. രഥിയോട് കന്നയ്യ പറയാണ്, വഹ് സേവ और പ്രേം സെ നാദാൻ ലോഗോं को സച്ചേ രാസ്തേ പർ ലായേഗ. എന്ത് ചെയ്യും? താൻ സേവനവും പ്രേമവും കൊണ്ട്, മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ടും പ്രേമത്തിലൂടെയും പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് ഞാൻ കൊണ്ടുവരും. വഹ് നിഡർ ഹെ. കന്നയ്യ ആരെയും പേടിക്കാത്തൊരു വ്യക്തിയാണ്. കിസി കെ സാമനെ വഹ് ചുക്ത നഹി. ആരുടെ മുന്നിലും അയാൾ തലകുനിക്കില്ല. ലോഗ് ഉസെ ജാൻ സെ മാർ ദേനെ കി ധംകി ദേത്തെ ഹെ. ആൾക്കാർ, ഉയർന്ന ജാതിക്കാർ അയാളെ ജീവനോടെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഫിർ ഭി അച്ഛൂത്തോം കി പഠായി സെ വഹ് നഹി ഹട്ത. എന്നിരുന്നാലും താഴ്ന്ന ജാതിക്കാരുടെ പഠനത്തിൽ നിന്ന്, അവരെ പഠിപ്പിക്കുന്നതിൽ നിന്നും അയാൾ പിന്നോട്ട് പോകുന്നില്ല. ഉസ്കി ദൃഷ്ടി മേ കോയി ഊഞ്ച് ഔർ കോയി നീച്ച് നഹി ഹെ. അയാളുടെ ദൃഷ്ടിയിൽ ആരും ഉയർന്നവരുമല്ല താഴ്ന്നവരുമല്ല. സബ് ബരാബർ ഹെ. എല്ലാവരും തുല്യരാണ്. അതഹ സബ്കോ വിദ്യ ആർജിത് കർണേ കാ സമാൻ അധികാർ ഹെ. അതുകൊണ്ട് എല്ലാവർക്കും വിദ്യ നേടിയെടുക്കാനുള്ള ഒരേപോലെയുള്ള അവകാശമുണ്ടെന്നാണ്. സബ്കോ സമാജ് മേ ബരാബരി കാ ദർജ മിൽന ചാഹിയെ. എല്ലാവർക്കും സമൂഹത്തിൽ തുല്യമായിട്ടുള്ള നില കിട്ടണം. വഹ് അച്ഛൂത്തോം കോ അന്യായ് കെ വിരുദ്ധ ആവാസ് ഉഠാനെ और ക്രാന്തി മച്ചാനെ കാ ആഹ്വാൻ ദേത്താ ഹെ. അയാൾ താഴ്ന്ന ജാതിക്കാരോട് അന്യായത്തിനെതിരായിട്ട് ശബ്ദം ഉയർത്താനും വിപ്ലവം, ക്രാന്തി മച്ചാന, വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം കൊടുക്കുകയാണ്. വഹുനെ സച്ചേ ജീവൻ ജീനേക്ക് പ്രേരണ ദേത്താ ഹെ. അയാൾ അവരോട് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി, സത്യസന്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി പ്രേരണ നൽകുകയാണ്. ഇവിടെ ഒരു വാക്കുകൂടെയുണ്ട്, വഹ് സമച്ച്ദാർ ഹെ. അയാൾ ബുദ്ധിമാനാണ്. വാസ്തവമേ സ്വതന്ത്ര ചിന്തൻ രഖ്നെ വാല अन्याय के विरुद्ध आवाज उड़ाने वाले नवयुवकों के प्रतिनिधि के रूप में कन्हैया हमारे सामने प्रस्तुत होता है. ഇവിടെ വാസ്തവം ഒന്നും വേണ്ട, അതൊക്കെ ഒഴിവാക്കിക്കൊള്ളൂ കേട്ടോ. സ്വതന്ത്ര ചിന്തൻ, സ്വതന്ത്രമായിട്ടുള്ള ആശയം വച്ച് പുലർത്തുന്നവനും അന്യായത്തിനെതിരായിട്ട് ശബ്ദമുണ്ടാക്കുന്നവനും ആയിട്ടുള്ള യുവാക്കളുടെ പ്രതിനിധിയായിട്ട് ആണ് കന്നയ്യ ഈ നാടകത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇനി അടുത്ത കഥാപാത്രം രഥിയയാണ് കേട്ടോ. രഥിയ ഏക അച്ഛൂത്ത് കന്യാ ഹെ. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. വഹ് 12-13 വർഷക്കി ഹെ. 12-13 വയസ്സേ ആ പെണ്ണിനുള്ളൂ. ഗരീബ് और അച്ഛൂത്ത് ഹോനെ പർ ഭി സഫായി പർ വഹ് ധ്യാൻ ദേത്തി ഹെ. ദാരിദ്ര്യമുള്ളവളാണ്, താഴ്ന്ന ജാതിക്കാരിയാണ്, എങ്കിലും നന്നായിട്ട് വൃത്തിയായിട്ട് നടക്കാൻ അവൾക്ക് വളരെ ശ്രദ്ധയുള്ള കുട്ടിയാണ്. പഠിനെ और ലിഖ്നെ മേം ഉസേ അദമ്യ രുചി ഹെ. എഴുതാനും വായിക്കാനും ഒക്കെ അവൾക്ക് നല്ല താല്പര്യം ഉള്ളവളാണ്. അച്ഛൂത്തോം കോ പഠാനെ വാലെ സമാജ സുധാരക് കന്നയ്യ കെ വിചാരോं से वो बहुत പ്രഭാവിത് होती है. താഴ്ന്ന ജാതിക്കാരായ ആൾക്കാരെ പഠിപ്പിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള, സമൂഹത്തിന് നന്മ വരണം എന്നുള്ള ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന കന്നയ്യയുടെ ആശയങ്ങളിൽ അവൾ ആകൃഷ്ടയാകുന്നു. മന്ദിർ കെ ഭീതർ ജാന അച്ഛൂത്തോം കെ ലിയെ നിഷിദ്ധത. ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുക താഴ്ന്ന ജാതിക്കാർക്ക് നിഷിദ്ധമായിരുന്നു. വഹ് ചോട്ടി ലഡ്കി രഥിയ യഹ് സഹ് നഹി സക്തി. താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള രഥിയയ്ക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. ക്യോങ്കി വഹ് മന്ദിർ മേ പൂജാ കർമ്മ കർണേ വാലെ ബ്രാഹ്മൺ വൈദ്യ ജി സേ ഭി അധിക് സ്വച്ഛ് ഹെ. കാരണം എന്താണ്? അവൾ ക്ഷേത്രത്തിന് ഉള്ളിൽ പൂജ നടത്താൻ പോകുന്ന ബ്രാഹ്മണ വൈദ്യനേക്കാളും വളരെ ശുദ്ധിയുള്ളവനാണ്. ब्राह्मण कुल में जन्म लेने मात्र से कुछ लोग मंदिर के भीतर जा सकते हैं. यह अन्याय वह സഹി നഹീം സക്തി. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം
ചില ആൾക്കാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റും. ഈ അന്യായം അവൾക്കൊരിക്കലും സഹിക്കാൻ പറ്റുമായിരുന്നില്ല. ഉസ്കി ദൃഷ്ടി മേം പവിത്ര ആചരൺ കർണേ വാലേ ഹി മന്ദിർ മേ ജാന ഉചിത് ഹെ. അവളുടെ കാഴ്ചപ്പാടിൽ പവിത്രമായിട്ടുള്ള ആചരണം, ശുദ്ധമായിട്ടുള്ള പെരുമാറ്റം, ശുദ്ധമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്ന, അതായത് ശുദ്ധിയും വൃത്തിയും ഒക്കെ ഉള്ള ആൾക്കാർ മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ പോകാൻ പാടുള്ളൂ, അതാണ് നല്ലത് എന്നാണ്. രൂഢിയോം പർ വിശ്വാസ് രഖ്നെ വാലി മാ, പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവളാണ് അവളുടെ അമ്മ. ഉസേ ബഹുത്ത് സമച്ചാത്തി ഹെ, മകളെ പലതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഫിർ ഭി വഹ അപ്നെ വിശ്വാസ് പർ അടൽ രഹത്തി ഹെ, എന്നിരുന്നാലും അവൾ അവളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവളുടെ വിശ്വാസം എന്താണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, എല്ലാവരും വൃത്തിയുള്ളവരാണ് അമ്പലത്തിനകത്ത് നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിൽ അവൾ ഉറച്ചു നിൽക്കുകയാണ്. വഹ് മന്ദിർ മേ ജാനെ കി കോശിഷ് കർത്തി ഹെ, അവൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോകാൻ ശ്രമിക്കുന്നു. ലേക്കിൻ ബ്രാഹ്മൺ ലോക് ഷോർ മച്ചാക്കർ ഉസേ രോക്തി ഹെ, എന്നാൽ ബ്രാഹ്മണന്മാർ ബഹളം ഉണ്ടാക്കിയിട്ട് അവളെ തടയുന്നു. ഉസ്ക അപമാൻ ഹോത്താ ഹെ, അവളെ അപമാനിക്കുന്നു. ഏക് ഭക്ത് പ്രസാദ് കാ ജൂട്ടൻ ഉസേ ദേത്താ ഹെ, ഒരു ഭക്തൻ പ്രസാദത്തിൻ്റെ ഉച്ഛിഷ്ടം എന്ത് ചെയ്യുന്നു? അവൾക്ക് കൊടുക്കുന്നു. വഹ് ഉസേ ഇൻകാർ കർത്തി ഹെ, അതവൾ എന്ത് ചെയ്യുന്നു? നിരസിക്കുന്നു. ഉസ്കാ കഥൻ ഹെ കി മൈലേ ഗന്ധേ ഹാത്തോ മേം പകടെ പ്രസാദ് കാ ചൂട്ടൻ ഖാനെ സെ ഹൈജ ഹോ ജായേഗ, വൃത്തികെട്ട കൈകളിൽ വച്ചിട്ടുള്ള ഉച്ഛിഷ്ടമായിട്ടുള്ള പ്രസാദം കഴിച്ചാൽ കോളറ ഉണ്ടാവും എന്നാണ് അവൾ പറയുന്നത്. മാങ്കി ദൃഷ്ടി മേ യഹ് ഭഗവാൻ കാ അപമാൻ ഹെ, അമ്മ പറയുന്നത് ഇത് ഈശ്വരനോടുള്ള അപമാനമാണ്. കാരണം ഈശ്വരൻ്റെ പ്രസാദമാണ്, അത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അമ്മയുടെ ഒരു കൺസെപ്റ്റ്. ലേക്കിൻ രഥിയ ഇസേ മാന്നേക്കോ തയ്യാർ നഹി, എന്നാൽ രഥിയ ആകട്ടെ ഇത് അംഗീകരിക്കാൻ തയ്യാറില്ല. വഹ് മാ കോ ലേക്കർ വഹാംസെ ചലി ജാത്തി ഹെ, അമ്മയെ കൂട്ടിക്കൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. രഥിയാമേ ഏക്ക് ഭാവുക ഹൃദയ ഭി ഹെ, വളരെ വികാരനിർഭരമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഒരു ഹൃദയം അവൾക്കുണ്ട്. വഹ് അച്ചി തരഹ് ഗീത് ഗാത്തി ഹെ, നന്നായിട്ട് അവൾ പാടുന്നവളാണ്. അപ്പനി ഭാവനാവും കോ വഹ് കവിതാക്കോ രൂപ് ദേക്കർ ഗാത്തി ഹെ, തൻ്റെ വിശ്വാസങ്ങളെയും വിചാരങ്ങളെയും അവൾ കവിതയുടെ രൂപം കൊടുത്ത് പാടുന്നു. ആ ഭാവങ്ങളെയൊക്കെ അവൾ കവിതയാക്കി പാടുന്നു. ഉസ്കി കവിത സുൻകർ കന്നയ്യ ഖൂബ് പ്രശംസ കർത്താ ഹെ, അവളുടെ കവിത കേട്ടിട്ട് കന്നയ്യ നന്നായിട്ട് പ്രശംസിക്കുന്നു. ഇസ് പ്രകാർ ദേഖേ തോ രഥിയ കീജഡ് മേ വികസിത് കമൽ കെ സമാൻ ഹെ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ രഥിയ എന്താണ്? ചെളിയിൽ വിരിഞ്ഞ താമരയെ പോലെയാണ് എന്നാണ്. അടുത്ത മൂന്നാമത്തത് पंचगौड़ी दास. पंचगौड़ी दास एक ब्राह्मण वैद्य है. ब्राह्मण कुल में पैदा होने के कारण वे अपने को श्रेष्ठ और महान समझते हैं. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരാളായതുകൊണ്ട് തന്നെ ശ്രേഷ്ഠനും മഹാനുമായിട്ട് അയാൾ സ്വയം കരുതുന്നു. ഉന്നെ അച്ഛൂത്തോ കെ പ്രതി ഘൃണ और അനാദർ ഹെ, താഴ്ന്ന ജാതിക്കാരോട് വെറുപ്പും ഇറസ്പെക്റ്റും ഒക്കെയാണ്. ഒരു ആദരവൊന്നും താഴ്ന്ന ജാതിക്കാർക്ക് കൊടുക്കാറില്ല. വേ അച്ഛൂത്തോം കോ മന്ദിർ കെ ഭീതർ ജാനെ നഹി ദേത്തെ, താഴ്ന്ന ജാതിക്കാരെ ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ അയാൾ അനുവദിക്കുന്നില്ല. ഇത്തന ഹി നഹീം ഇലാജ് കർണേ കെ ലിയെ വേ അച്ഛൂത്തോം കെ ഘർ നഹീം ജാത്തെ, അതുമാത്രമല്ല താഴ്ന്ന ജാതിക്കാരുടെ എന്താണ് ഇത്തന ഹി നഹീം ഇലാജ് കർണേ കെ ലിയെ വേ അച്ഛൂത്തോം കെ ഘർ നഹീം ജാത്തെ, ചികിത്സയ്ക്ക് വേണ്ടി പോലും താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിൽ അയാൾ പോകാറില്ല. അച്ഛൂത്ത് ബാലിക രഥിയ को ഹൈജ ഹോനെ പർ ഉസ്കി ഇലാജ് കെ ലിയെ വേ നഹി ജാത്തെ, താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള രഥിയയ്ക്ക്